സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ ദീനിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ ഉപദ്രവം ഭയന്ന് നാട് വിട്ടുപോയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് വഹി ലഭിക്കുന്നത്. ആദ്യത്തെ കൽപ്പന തന്നെ കൊല്ലാൻ കാത്തിരിക്കുന്ന ഫിർഔനിന്റെ അടുക്കലേക്ക് പോവുകയും അയാളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ചെയ്യണമെന്നതാണ്. ഇത്രയും ഭാരിച്ച ഒരു ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ അത് നിർവഹിക്കാൻ കഴിയുമോ എന്ന ആശങ്ക സ്വാഭാവികമാണ്. കാരണം ഞാനാണ് റബ്ബ് എന്ന് വാദിക്കുന്ന ഒരുത്തന്റെ മുന്നിൽ മറ്റൊരു റബ്ബുണ്ടെന്ന് പറയുക എന്നത് അല്പം ശ്രമകരമാണ്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് നാട് വിട്ടു പോന്നതാണ്. നാട് വിടാനുള്ള കാരണം തന്റെ കയ്യബദ്ധത്താൽ ഒരു ഖിബിത്തി കൊല ചെയ്യപ്പെട്ടു എന്നതുകൂടെയാണ്. അതിലുമുപരി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഫിർഔൻ പ്രത്യേകമായി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെയാണ് ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തുഗാ, നീ ഫിർഔനിന്റെ അടുക്കിലേക്ക് പോകണം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയാണ് സൂറത്തു തോഹയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ പാരായണം ചെയ്യുന്നത്. റബ്ബി ഇശ്റഹ് ലി സദ്രി, അല്ലാഹു എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണമേ. വയസ്സിർ ലി അംരി, എന്റെ കാര്യങ്ങൾ നീ എനിക്ക് എളുപ്പമാക്കണേ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിന്റെ കെട്ടുകൾ നീ അയച്ചു നൽകണമേ. യഫ്ഖഹു ഖൗലി, എന്റെ വാക്കുകൾ അദ്ദേഹത്തിന് അവർക്ക് നീ ഗ്രാഹ്യമാക്കണമേ. ഈ പ്രാർത്ഥന ഉരുവിട്ട് തന്റെ കൂടെ ഹാറൂനിനെ സഹായിയായി ചോദിച്ച് അള്ളാഹു അതും നൽകി ഫിർഔനിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഫിർഔൻ മനസ്സിലാക്കുന്നത് നാവിന് കൊഞ്ഞയുള്ള ആശയങ്ങൾ കൃത്യമായി വ്യക്തമായി പറയാൻ കഴിയാത്ത മൂസ തന്റെ ആളുകൾക്കിടയിൽ വെച്ച് വിക്കി കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ പേരിൽ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് മാറ്റി നിർത്താമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ച് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ വേണ്ടി വന്നപ്പോൾ ഫമൻ റബ്ബുക്കുമാ യാ മൂസ, രണ്ടുപേരുള്ള സമയത്ത് മൂസ, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ മാത്രം മതി, ഏതെങ്കിലും ഒരാൾ ഉത്തരം നൽകും. പക്ഷേ മൂസ തന്നെ മറുപടി പറയണം എന്ന് ഫിർഔൻ വാശി പിടിക്കാനുള്ള കാരണം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് വ്യക്തമായി സംസാരിക്കാൻ കഴിയില്ലെന്ന ഫിർഔനിന്റെ ആ ബോധ്യത്തിൽ നിന്നാണ്. വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്ത നീയാണോ പടച്ചറബിനെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കാനായിരുന്നു അയാളുടെ തന്ത്രം. പക്ഷേ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്നതായതുകൊണ്ട് തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കൃത്യമായി അതിനുള്ള മറുപടി നൽകി. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആ ആൻസറിൽ ഫിർഔൻ തൃപ്തനായതുകൊണ്ടാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാതെ ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, അങ്ങനെയെങ്കിൽ മരിച്ചുപോയവരുടെ അവസ്ഥ എന്താണെന്ന് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ള കാരണം. ഈ ഒരു പ്രാർത്ഥന എത്രത്തോളം പവർഫുൾ ആണ് എന്നത് വ്യക്തമാക്കുന്നതാണ് യഥാർത്ഥത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദഅവത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഒരാളെയും കേൾക്കാനോ ഒരാളെയും ഉൾക്കൊള്ളാനോ മനസ്സ് കാണിക്കാത്ത ഫിർഔൻ മൂസയ്ക്കും ഹാറൂനിനും സംസാരിക്കാനുള്ള അവസരം നൽകി എന്നത് തന്നെ യസ്സിർ ലി അംരി, കാര്യങ്ങൾ എളുപ്പമാക്കി തരണം, ഇശ്റഹ് ലി സദ്രി, ഹൃദയം വിശാലമാക്കി തരണം എന്നിത്യാദി ചോദ്യങ്ങളുടെ റിസൾട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. കാര്യങ്ങൾ എളുപ്പമായത് എത്രത്തോളം വേഗതയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കാൻ ചെന്ന മൂസയെയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയെയും അദ്ദേഹം ഫിർഔൻ കേട്ടു എന്ന് മാത്രമല്ല, സംവദിച്ചു എന്ന് മാത്രമല്ല, അല്ലാഹു പ്രകടമാക്കിയ ദൃഷ്ടാന്തം കണ്ടു ബോധ്യപ്പെട്ടു. ഇനിയൊരു മത്സരത്തിന് തയ്യാറുണ്ടോ എന്ന് ഇങ്ങോട്ട് വെല്ലുവിളിച്ചു. അതിനുവേണ്ട എല്ലാ സെറ്റപ്പും ഫിർഔൻ തന്നെ ചെയ്തു. മുഴുവൻ സാഹിറുകളും ഇസ്ലാം സ്വീകരിച്ചു. ഇതാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വളരെ പ്രസക്തമായൊരു പ്രാർത്ഥനയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന.
ജീവിത തിരക്കുകൾക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി കഴിച്ചുകൂട്ടുന്നവരാണ് നമ്മിലധികം ആളുകളും. നമുക്ക് വീടുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല വേഷവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും മനസ്സ് വളരെ അസ്വസ്ഥമാണ്. എന്തിനാണ് കല്യാണം കഴിച്ചത്? സമാധാനത്തോടെ ജീവിക്കാൻ. എന്തിനാണൊരു വീടുണ്ടാക്കിയത്? സമാധാനത്തോടെ ജീവിക്കാൻ. എന്തിനാണൊരു ജോലി ചെയ്യുന്നത്? കയ്യിലൽപ്പം കാശ് വന്ന് അതിലൂടെ തന്റെ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടാൽ സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പലപ്പോഴും അത് ലഭിക്കാതെ പോകുന്നു. എന്തുകൊണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഇസ്ലാം ഈ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന മർമ്മപ്രധാനമായ കാര്യം ഹൃദയത്തിന്റെ വിശാലതയാണ്. റബ്ബി ഇശ്റഹ് ലി സദ്രി, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണമേ എന്ന്. രണ്ടു തരത്തിലുള്ള കൽപ്പനകൾ, പരീക്ഷണങ്ങൾ നമുക്ക് ഈ ജീവിതത്തിൽ അനുഭവിക്കാനുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കിയില്ലേ എന്നാണ്. മുഫസ്സിറുകൾ പറയുന്നത് രണ്ടു തരത്തിലുള്ള കാര്യങ്ങൾ. ഒന്ന്, ശർഈയായിട്ടുള്ള ഒരുപാട് കൽപ്പനകൾ, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ചെയ്യരുത്. ഈ കൽപ്പനകൾ സ്വീകരിക്കാൻ ഹൃദയത്തിന് വിശാലത വേണം. അതുപോലെ തന്നെ നമുക്ക് കൗനിയായിട്ടുള്ള ഈ പ്രാപഞ്ചിക പ്രതിഭാസത്തിന്റെ ഭാഗമായി നമ്മെ ബാധിക്കാനിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, അതാണ് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നത്, ഈ പ്രകൃതിയിൽ ബാധിക്കുന്നത്, സമൂഹത്തിൽ ബാധിക്കുന്നത്, അങ്ങനെ നമ്മുടെ സമ്പത്തിൽ ബാധിക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ ബാധിക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളെ ബാധിക്കും. ആ ഒരു ഘട്ടത്തിൽ അതിനെ അതിജയിക്കാനും നമുക്ക് ഹൃദയത്തിന്റെ വിശാലത അനിവാര്യമാണ്. ദീനു പാലിക്കാനും ഹൃദയ വിശാലത അനിവാര്യമാണ്. ദുനിയവിയായിട്ട് നമ്മളെ ബാധിക്കുന്ന പ്രയാസങ്ങൾ അതിനെ നേരിടാനും ഹൃദയം വിശാലമായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഹൃദയം വിശാലമാണോ അയാൾക്ക് ഉള്ളത് കുറച്ചാണെങ്കിലും വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ് ചരിത്രങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മുൻഗാമികൾക്ക് അധികാരമില്ലായിരുന്നു, പറയാൻ മാത്രം സമ്പത്തില്ലായിരുന്നു, ഭൗതികമായിട്ട് എന്തെങ്കിലും ആസ്തിയില്ലായിരുന്നു. പക്ഷേ എത്രയെത്ര സമുദായം, വലിയ വലിയ സംഘത്തെയാണ് ചെറിയ സംഘങ്ങൾ ജയിച്ചടക്കിയത്. എത്രയെത്ര പ്രതിലോമ പ്രവർത്തനങ്ങളെയാണ്, വിമർശനങ്ങളെയാണ്, ആരോപണങ്ങളെയാണ്, അക്രമങ്ങളെയാണ് നമ്മുടെ മുൻഗാമികൾ പൊരുതി തോൽപ്പിച്ചത്. എന്തിന്റെ പവറായിരുന്നു അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ കരുത്തായിരുന്നു അത്. ഭൗതികമായി ഒരുപാട് നേടിയെടുത്താൽ എല്ലാം ശരിയാകും എന്ന് വിചാരിക്കുന്നിടത്തു നിന്ന് നമ്മൾ മാറിയിട്ട് നമ്മൾ ഹൃദയത്തെ ഏറ്റവും ബലവത്തായതാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സമ്പത്ത് എന്ന് പറയുന്നത്, ധന്യത എന്ന് പറയുന്നത് അത് ഗിനൻ നഫ്സാണ്, മനസ്സിന്റെ ധന്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധന്യത എന്ന് പറയുന്നത്. ലൈസൽ ഗിന അൻ കസ്റത്തുൽ മാൽ, സമ്പത്ത് ധാരാളമായി ഉണ്ടാകലല്ല ധന്യത, മറിച്ച് മനസ്സ് ധന്യമാണോ, മനസ്സ് സമാധാനമാണോ, മനസ്സ് ഏതൊരു സാഹചര്യവും. ഇപ്പൊ നമുക്ക് പല ഭാഗത്തുനിന്ന് യുദ്ധങ്ങളുടെ മുറവിലുകൾ നമ്മൾ കേൾക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുകയാണ് എന്ന് പറയും, തൊട്ടു പിന്നാലെ യുദ്ധം തുടരും എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു ആശങ്ക ഒരു ഭാഗത്ത്, അല്ലെ, നമ്മുടെ നാട് ഒരു ഇലക്ഷന്റെ മുമ്പിലാണ്, അവിടെയുള്ള ആശങ്കകൾ, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ കുടുംബപരമായിട്ട്, നമ്മുടെ സാമൂഹികമായിട്ട്, നമ്മുടെ വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നു, നമ്മളെ വല്ലാതെ സ്വാസ്ഥ്യം കൊടുത്തുന്നു. എന്തൊക്കെ വന്നാലും ശരി, എന്റെ ജീവിതത്തെ എനിക്ക് സമാധാനത്തോടെ നയിക്കാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ അതാ ഹൃദയത്തിന്റെ കരുത്താണ്. ഒരിക്കലും ശരീരം നല്ല ശക്തമാണ് എന്നതുകൊണ്ട് മനസ്സ് ശക്തമായിക്കണമെന്നില്ല. എന്നാൽ ശരീരം അല്പം ദുർബലമാണെങ്കിലും മനസ്സ് ശക്തമാണോ അയാൾ അതിജയിക്കും. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ചോദിക്കുന്നത്, കിസ്റക്കും കൈസറിനുമൊക്കെ എന്താണ് നഷ്ടപ്പെട്ടു പോയത്? അവർക്ക് നല്ല കൊട്ടാരവും നല്ല പട്ടാളവും നല്ല സമ്പത്തും നല്ല ആസ്തിയുമെല്ലാം ഉണ്ട്, പക്ഷേ അവർക്ക് നല്ല കായിക ശക്തിയുമുണ്ട്. പക്ഷെ അവർ ഇസ്ലാമിന് മുന്നിൽ പരാജയപ്പെട്ടു. പട്ടിണി കിടന്ന സ്വഹാബത്തിന് മുന്നിൽ, മെലിഞ്ഞൊട്ടിയ സ്വഹാബത്തിന് മുന്നിൽ, പറയാൻ മാത്രം ആസ്തിയില്ലാത്ത സ്വഹാബത്തിന് മുന്നിൽ, കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച സ്വഹാബത്തിന് മുന്നിൽ കിസ്റയും കൈസറും മുട്ടുമടക്കിയത് എങ്ങനെയാണ്? അവിടെയാണ് മനസ്സിന്റെ കരുത്തും അതിനകത്തുള്ള ഈമാനും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സ് സജ്ജമായിരിക്കണം, നമ്മുടെ മനസ്സ് ശക്തമായിരിക്കണം. എങ്കിൽ നമുക്ക് സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുള്ള 6 വഴികൾ ഖുർആൻ പറയുന്നുണ്ട്. ഒന്നാമത്തേത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൗഹീദാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടെന്നും അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ അതിന്റെ നിയന്ത്രണങ്ങളെല്ലാം ഏറ്റെടുത്ത് ഇതിനെ ഉടമപ്പെടുത്തി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ആ റബ്ബിനെ മാത്രമേ ആരാധിക്കേണ്ടതുള്ളൂ, ആരാധനയ്ക്ക് അവൻ മാത്രമേ അർഹനായുള്ളൂ എന്നും അവന്റെ ഗുണങ്ങളും വിശേഷണങ്ങളും പ്രവർത്തനങ്ങളും
അവനല്ലാതെ മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാൻ ആവില്ലെന്നുമുള്ള ആ ഒരു 4 പോയിന്റുകളാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. നോക്കൂ, ആകാശ ഭൂമികളെ നിയന്ത്രിക്കുന്ന പടച്ചറബിന് ഇത്തിരി പോന്ന നമ്മുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നമാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സ്നേഹനിധിയായ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ നേരെ പടച്ചിറപ്പിലേക്ക് കൈ ഉയർത്തുകയാണ് ചെയ്തത്, അല്ലെ? എന്റെ കുഞ്ഞിന്റെ അവസ്ഥയും എന്റെ അവസ്ഥയും കൃത്യമായി അറിയുന്ന ഒരു പടച്ചോനുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസമാണ് യാക്കൂബ് നബിയെ നയിച്ചത്. 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ട് ആളുകൾ സ്വീകരിക്കാതെ വന്ന് നിരാശപ്പെട്ടപ്പോൾ റബ്ബി അന്നീ മഗ്ലൂബുൻ ഫന്തസിർ, പടച്ചോനെ ഇത്രയും കാലം ഞാൻ ദഅവത്ത് നടത്തിയിട്ട് ഈ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല റബ്ബേ എന്ന് പറഞ്ഞ് വിഷമം പ്രകടിപ്പിച്ചത് നൂഹ് നബി അള്ളാനോടാണ്. കാരണം നൂഹ് നബിയുടെ അവസ്ഥ അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. ഈ ജനത മാറുമോ, മാറാൻ സാധ്യതയുണ്ടോ, ഈ അവസ്ഥയും അള്ളാഹ്ക്കറിയാം. എല്ലാറ്റിന്റെയും അവസ്ഥകൾ കൃത്യമായി അറിയുന്നവൻ ആരാണ്? അവൻ പടച്ചറബ്ബാണ്. ആ പടച്ചറബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിന് വല്ലാത്ത സുരക്ഷയും വെളിച്ചവും വിശാലതയും നൽകും എന്നുള്ളതാണ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിനാ, ആരുടെ ഹൃദയമാണോ ഇസ്ലാമിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്തത് അവൻ തന്റെ രക്ഷിതാവിൽ നിന്നുള്ള പ്രകാശത്തിലായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ പ്രകാശമാണ് നമ്മുടെ ഹൃദയത്തിന് ആവശ്യമുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ സാദുൽ മആദിൽ പറയുന്നുണ്ട്, ഫഅഅലമു അസ്ബാബി ഇൻശിറാഹി സദ്ർ അത്തൗഹീദ്, ഹൃദയം വിശാലമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അത് തൗഹീദാണ്. وحسب كماله وقوته وزيادته يكون انشراح صدر صاحبه. ഒരാളുടെ ഹൃദയത്തിൽ അത് എത്രത്തോളം ശക്തവും വ്യക്തവുമായിട്ട് പൂർണ്ണതയിൽ നിൽക്കുന്നുണ്ടോ അത്രയും ശക്തമായിരിക്കും അവന്റെ ഹൃദയം എന്നാണ് അള്ളാഹുവിന്റെ ദീന് കൈകാര്യം ചെയ്ത പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു തൗഹീദ് നമ്മൾ ശരിയായ നിലക്ക് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എത്രയോ നമ്മുടെ സമൂഹത്തിൽ ആളുകൾ എന്തെല്ലാം പ്രയാസങ്ങൾ ബാധിക്കുമ്പോൾ പടച്ചോനെ വിട്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും അത് ശരിയല്ല. വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ എന്ന ഖുർആൻ പ്രയോഗിച്ചത്. ആരെങ്കിലും അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് മറ്റു ശക്തികളിലേക്ക്, വ്യക്തികളിലേക്ക്, കേന്ദ്രങ്ങളിലേക്ക്, ഉറുക്കിലേക്ക്, ഏലസിലേക്ക്, തകിടുകളിലേക്ക്, ശിർക്കൻ ആചാരങ്ങളിലേക്ക്, ഇതര മതസ്ഥരിൽ നിന്ന് കടമെടുത്തുണ്ടാക്കിയ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക്, അതൊരു വീട് പണി നടക്കുമ്പോണ്ട്, ഒരു കല്യാണത്തിനുണ്ട്, ഒരു മരണ വീട്ടിലുണ്ട്, അതെല്ലായിടത്തുമുണ്ട്. ഒരു മര്യാദയ്ക്ക് ബിസ്മി ചൊല്ലി കുറ്റിയടിച്ച് തന്റെ വീട് പണി ആരംഭിക്കാൻ ധൈര്യമുള്ളവരുണ്ടോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയപ്പുള്ളത്. കാരണം എന്താണ്? ധൈര്യമില്ലാതെ പോവുകയാണ് മുസ്ലിങ്ങൾക്ക്. എന്തെങ്കിലും ഒരു പൂജ നടത്താതെ, ഒരു കുറ്റിപൂജ നടത്താതെ, ഇത് നടത്തിക്കഴിഞ്ഞാൽ, ഇത് നിർവഹിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്ന് പേടിക്കുന്നവൻ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചത് എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. പടച്ചോനെ, നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ പിടിച്ചു വെക്കാനും നീ തടഞ്ഞതിനെ തിരിച്ചു നൽകാനും ഒരാളുമില്ലെന്ന് പ്രാർത്ഥിച്ചവന് എന്ത് പേടി? എന്തു പേടി? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത ഇതര മതസ്ഥരുടെ ആചാരം കടമെടുത്ത് മുസ്ലിം പുരോഹിതന്മാർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഇത്തരം ആചാരങ്ങൾ മാറ്റിവെച്ചതിന്റെ പേരിൽ തന്റെ ജീവിതത്തിൽ എന്തു വന്നാലും ഞാൻ സഹിക്കുമെന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ തൗഹീദിന്റെ ശക്തി എന്ന് പറയുന്നത്. ആളുകൾക്ക് തൗഹീദ് ഒഴിവാക്കി ശിർക്കിലേക്ക് പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. എന്താ അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ്? ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ് എന്നാണ്. ഒന്നുകിൽ കാറ്റ് അവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളും, അതിലൂടെ അവന്റെ ശരീരം ഛിന്ന ഭിന്നമായി അവൻ ചിതറിത്തെറിച്ചില്ലാതാകും. അതല്ലെങ്കിൽ പക്ഷികൾ അവനെ റാഞ്ചിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി അവന്റെ ശരീരഭാഗങ്ങളെ കൊത്തി തിന്ന് അവർ അവനെ ഇല്ലാതാക്കും. രണ്ടായിരുന്നാലും അവന്റെ ഇല്ലായ്മയിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റബ്ബുണ്ട് എന്ന തികഞ്ഞ ബോധ്യം, അതാണ് വർഷങ്ങളോളം രോഗമായി കിടന്ന അയ്യൂബ് നബിയുടെ ധൈര്യം. ഒരിക്കലും മക്കളുണ്ടാകാൻ ഭൗതികമായ ഒരു എലമെന്റും ഒരു കാരണവുമില്ലാത്ത സക്കരിയ നബി, അദ്ദേഹം വയസ്സനാണ്, ഭാര്യ ഒരിക്കലും പ്രസവിക്കാത്ത പെണ്ണാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ റബ്ബി ഹബ്ലി മിൻ ലദുൻക വലിയ, നിന്റെ അടുക്കൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ നൽകണമേ. എന്താണ് ആ കുഞ്ഞിന്റെ പ്രത്യേകത? ഞാനും യാക്കൂബ് നബിയുടെ സന്തതികളും നിർവഹിച്ച ആ പ്രവാചകത്വത്തിന്റെ ദീപശിഖ ഏറ്റെടുക്കുന്ന നബിയായിരിക്കണം. വജഅൽഹു റബ്ബി റദിയ, നിനക്ക് തൃപ്തിപ്പെട്ട ഒരു ആളാകുകയും ചെയ്യണം. ഇതെപ്പോഴാ പ്രാർത്ഥിക്കുന്നത്? ഒരിക്കലും പ്രസവിക്കാനുള്ള സാധ്യതയില്ലാത്ത, സന്താനോൽപാദനത്തിന് വകയില്ലാത്ത ഒരു സന്ദർഭത്തിലാണ്. സുഹൃത്തുക്കളെ, അവിടെയാണ് പടച്ച റബ്ബിലുള്ള വിശ്വാസം ശക്തമാകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ ഇരിക്കുമ്പോൾ
അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അവിടെയാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സഹോദരന്മാരെ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് ഏറ്റവും ശക്തമാകാനുള്ള ഒരു കാരണമായിട്ടുള്ളത്. രണ്ടാമത്തെ സുഹൃത്തുക്കളെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ഒരു മടക്കമാണ്. പരിപൂർണമായി പടച്ച റബ്ബിനെ സ്നേഹിച്ച് അവനിൽ പ്രതീക്ഷ വെച്ച് അവനെ അങ്ങേയറ്റം ഭയന്ന് റബ്ബിലേക്ക് കീഴൊതുങ്ങുന്നതിലൂടെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സുരക്ഷ ഉണ്ട് അല്ലെ. നമുക്കിപ്പോ എന്താണ്, നമുക്കിപ്പോ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് പടപ്പുകളാണ്. പടപ്പുകളുടെ മുമ്പിൽ നമ്മൾ ആരായിരിക്കണം, അവരുടെ മുമ്പിൽ നമ്മൾ ബ്യൂട്ടി ആയിരിക്കണം, പണക്കാരനായിരിക്കണം, നല്ല യോഗ്യത ഉള്ളവനായിരിക്കണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും എന്നോട് നന്നായിട്ട് പെരുമാറണം. ഒരു വേള നമ്മൾ പടപ്പുകളുടെ അടിമകളായി മാറിയ ഒരു കാലത്താണുള്ളത്. ആളുകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും പലതരത്തിലുള്ള സ്റ്റാറ്റസുകൾ വെക്കുന്നു, അതിന്റെ ലൈക്കുകൾ എണ്ണിയിരിക്കുന്നു, അതിന്റെ കമന്റുകൾ വായിച്ച് സുഖിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. എന്നാൽ ആരെങ്കിലും പടച്ച റബ്ബിലേക്ക് മടങ്ങി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവന് കിട്ടുന്നൊരു സുരക്ഷ ഉണ്ട്. കാരണം വെച്ചാൽ അവന് എല്ലാ ചങ്ങലകളിൽ നിന്ന് അവൻ മോചിതനാണ്. അവന്റെ ലൈഫിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് അല്ലെ. അതുകൊണ്ട് ഉള്ള ഡ്രസ്സ് ധരിച്ച് ഉള്ള ഭക്ഷണം കഴിച്ച് അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അവന് സമാധാനമാണ്. ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്തത് എന്താണ്, നമ്മൾ ഫീൽ ചെയ്ത് എന്താണ്, നമ്മൾ അനുഭവിച്ചത് എന്താണ്, ആ പടച്ചോനിലേക്ക് മടങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ വലാകിൻ ഖസത് ഖുലൂബുഹും. നമ്മുടെ ശിക്ഷ അവർക്ക് വന്നപ്പോൾ അവർ വിനീതരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖുർആൻ പറയുന്നത്. അപ്പൊ വിനീതമാവുക, പടച്ച റബ്ബിലേക്ക് വിനീതമാവുക എന്നുള്ളത്. നമ്മളൊക്കെ ഓരോ ഏർപ്പാട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്ത് ഏർപ്പാട് ചെയ്യുന്ന ആളാകട്ടെ, എന്ത് ഏർപ്പാട് ചെയ്യുന്ന ആളാകട്ടെ, നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത് ഈ ഏർപ്പാടിനല്ല. പിന്നെ ഇതെന്താണ്, ഇത് നമുക്ക് ജീവിക്കാൻ, നമ്മുടെ കുട്ടികളെ പോറ്റാൻ, നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് ഫിനാൻസ് ആവശ്യമാണ്. ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. ജോലിക്ക് വേണ്ടിയല്ല നമ്മൾ വന്നത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പടച്ചോനെ ആരാധിക്കാനാണ് നമ്മൾ വന്നത്. അപ്പോൾ ജോലി എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിച്ച് ജീവിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമുക്ക് ഏറ്റവും നല്ല നിലയ്ക്ക് ഹലാലായി സമ്പാദിക്കാൻ അനുവാദം നൽകുന്നുണ്ട്. പക്ഷേ പടച്ച റബ്ബിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ജീവിതക്രമം ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം വിഷയങ്ങൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾക്ക് അയാളുടെ വാഹനം, ഭക്ഷണം എല്ലാമുള്ള ഒട്ടകം നഷ്ടപ്പെട്ടു പോയതിന് തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പടച്ചോനെ, ഞാനാണ് എന്റെ റബ്ബ്, ഇതിന്റെ അടിമയാണ്. എന്തേ കാരണം? അത്രയും സന്തോഷമാണ് അയാൾക്കുണ്ടായത്. ഇതിനേക്കാൾ സന്തോഷമാണ് പടച്ച റബ്ബിലേക്ക് ഒരാൾ മടങ്ങുമ്പോൾ, പടച്ച റബ്ബിന്റെ അടിമയായി ഞാനിനി ജീവിക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ. പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ അടിമകളാണ്. പലരും പലരുടെ ഫ്രണ്ട്സിന്റെ ഒരു പിയർ പ്രഷർ എന്ന് പറയുന്ന, തങ്ങളുടെ കൂട്ടുകാരുടെ പ്രഷറിനൊത്ത് ഡ്രസ്സ് അറേഞ്ച് ചെയ്യുന്ന, മുടി വെട്ടുന്ന, അതിനുവേണ്ടി സ്മോക്ക് ചെയ്യുന്ന, അതിനുവേണ്ടി എല്ലാത്തിനും മൂടിക്കൊടുക്കുന്ന ചില കൂട്ടുകാരുടെ അടിമകളുണ്ട്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അടിമയായി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു കരുത്ത് അത് വേറെ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ഏറ്റവും ആരാധനകളുടെ കുടുമ എന്ന് വിശേഷിപ്പിച്ച നമസ്കാരമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ നമസ്കാരം കൊണ്ടും അതുപോലെ തന്നെ ക്ഷമ കൊണ്ടും സഹായം അഭ്യർത്ഥിക്കുക പടച്ചവനോട് എന്നുള്ളതാണ്. ഈ നിസ്കാരം എന്ന് പറയുന്നത് വെറും ഒരു കാട്ടിക്കൂട്ടലാകാതെ, എന്താണ് ഞാൻ ചൊല്ലുന്നത്, എന്താണ് ഞാൻ ചോദിക്കുന്നത്, ആരെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന തികഞ്ഞ ബോധ്യത്തോടുകൂടെ നമ്മൾ നമസ്കാരം മനസ്സറിഞ്ഞ് നിർവഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശാലമാകും, നമ്മുടെ മനസ്സ് ശക്തിപ്പെടും എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ പലതരത്തിൽ പീഡിപ്പിച്ചപ്പോൾ അള്ളാഹു ആശ്വാസമായിട്ടിറക്കിയ ആയത്താണ്, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവർ പറയുന്ന വാക്കുകൾ കൊണ്ട് താങ്കളുടെ ഹൃദയം കുടുസമായി പോകുന്നുണ്ട് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. താങ്കൾ പടച്ച റബ്ബിന് തസ്ബീഹും തഹ്മീദും അർപ്പിക്കുക. വകും മിനസ് സാജിദീൻ. താങ്കൾ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലുള്ള മുശ്രിക്കുകൾ ശാരീരികമായും മാനസികമായും പല നിലക്കും പീഡിപ്പിച്ചപ്പോൾ റസൂലിന്റെ ഹൃദയം കിടന്ന് പെടച്ച സന്ദർഭത്തിൽ, ഹൃദയം ഞെരുങ്ങിയ സന്ദർഭത്തിൽ അല്ലാഹു പറയാണ് സുജൂദിൽ കിടന്നുകൊള്ളുക എന്നാണ്.
എന്തായാലും അർത്ഥം നിസ്കരിക്കാം. ഫസല്ലി ലിറബ്ബിക വൻഹർ. എപ്പറങ്ങിയതാ? നബിയുടെ ജനിച്ച ആൺകുട്ടികളെല്ലാം മരിച്ചപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, നീ ഒന്നിനും കൊള്ളാത്ത വാലറ്റവനാണല്ലോ മുഹമ്മദ് എന്ന് പറഞ്ഞ് നബിയെ പരിഹസിച്ചപ്പോൾ കുഞ്ഞ് മരിച്ചു കിടക്കുന്ന ആ നിമിഷത്തിൽ റസൂലിന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. അപ്പൊ അള്ളാഹ് നബിയെ സമാധാനിപ്പിക്കാൻ ഇറക്കിയ സൂറത്താണ് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്, സൂറത്തുൽ കൗസർ. ഇന്നാ അഅതൈനാകൽ കൗസർ. അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്ക് നാം ധാരാളം ഖൈറുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വാക്കുകൾ താങ്കൾ പ്രയാസപ്പെടേണ്ട. ഫസല്ലി ലിറബ്ബിക വൻഹർ. താങ്കളുടെ റബ്ബിന് മുന്നിൽ നമസ്കരിക്കുക, റബ്ബിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കുക. ഇന്ന ശാനിഅക ഹുലബ്തർ. താങ്കളെ എതിരിടുന്ന ആ ശത്രുക്കൾ തന്നെയാണ് വാലറ്റവൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. അവിടേക്ക് നമസ്കാരമാണ്. ഇദാ ഹസബഹു ശൈഅൻ സ്വല്ലാ. നബിക്ക് എന്തെങ്കിലും വിഷമമുണ്ടായ നബി നിസ്കരിക്കുന്നതാണ്. അപ്പൊ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ശീലിച്ച നിസ്കാരമെന്ന ആ ഒരു ചിട്ട സുഹൃത്തുക്കളെ ഒരിക്കലും കൈമോശം വന്നു പോകരുത്. നമ്മൾ നാട്ടിലാകട്ടെ, ഇനി അമേരിക്കയിലാകട്ടെ, UK-യിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, എവിടെയാകട്ടെ, ഇനി GCC കൺട്രീസിലാകട്ടെ, നിസ്കരിക്കുന്ന ശീലമുണ്ടോ? 5 നേരം നിസ്കരിക്കുന്ന ശീലമുണ്ടോ? നമ്മൾ ഈ ദീനിലുണ്ടാവും. നമ്മുടെ മക്കൾക്ക് ഈ ശീലമുണ്ടോ? ആ മക്കളെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മക്കൾക്ക് ഒരു ഗൗരവവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മാന്യമായി നിസ്കരിക്കുന്ന ആളുകളെ ശൈത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തടഞ്ഞ് സംരക്ഷിച്ചു വെക്കും. മര്യാദക്ക് നിസ്കരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്നതിൽ നമുക്കൊരു വേദന ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ, തെറ്റുകളിൽ നമുക്ക് അടങ്ങാത്ത സങ്കടമുണ്ടാകും. അതിൽ നിന്ന് മോചനം നേടണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അസ്സലാത്തു മജ്ലബത്തുൽ റിസ്ഖ് ഹാഫിളത്തുൽ ലിസിഹ ദാഫിഅത്തുൽ ലിൽ അദാ ഖാരിദത്തുൽ ലിൽ അദ്വാ മുഖവ്വിയത്തുൽ ലിൽ ഖൽബ് മുബയ്യദത്തുൽ ലിൽ വജ്ഹ് മുഫർരിഹത്തുൽ ലിൻ നഫ്സ് മുദ്ഹിബത്തുൽ ലിൽ കസ്ൽ. നമസ്കാരം എത്ര മഹോന്നതമായ വാക്കുകളാണ്. നമസ്കാരം ഒരാൾക്ക് ഉപജീവനം കൊണ്ടുവന്ന് തരും. ആരോഗ്യം സംരക്ഷിക്കപ്പെടും, ഉപദ്രവങ്ങളിൽ നിന്ന് തടയപ്പെടും, രോഗങ്ങളെ അകറ്റും, ഹൃദയത്തെ ശക്തിപ്പെടുത്തും, മുഖത്തിന് പ്രകാശം നൽകും, മനസ്സിനെ സന്തോഷിപ്പിക്കുകയും മടിയെ നീക്കുകയും ചെയ്യുന്ന അത്ഭുത സിദ്ധിയുള്ളതാണ് നമസ്കാരമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൃദയം തകർന്നു പോകാതിരിക്കാൻ, ഹൃദയം ദുർബലമാകാതിരിക്കാൻ നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പടച്ച റബ്ബിലേക്ക് തെറ്റുകളില്ലാതെ മടങ്ങുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നമസ്കാരം അത് കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നവരാവുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ നിയമങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത് പാരായണം ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ശരീരത്തിന് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ, ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും ശക്തിയും പകരാനുള്ള ഒരു അത്ഭുത ഗ്രന്ഥം കൂടെയാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അങ്ങനെ തന്നെയല്ലേ ഖുർആനെ കുറിച്ച് പറഞ്ഞത്? ഖദ് ജാഅത്കും മൗഇലത്തും മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശം നിങ്ങൾക്ക് വന്നെത്തിയിരുന്നു. നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന കൃത്യമായ മാർഗനിർദ്ദേശം, ഗൈഡ് ലൈൻ അത് ഖുർആനകത്തുണ്ട്. അത് മാത്രമല്ല വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. ഹൃദയം എന്തിനാണെന്നറിയാതെ വേദനിക്കുമ്പോ ഇക്കണ്ട സൗകര്യങ്ങളും എല്ലാം നമുക്കുണ്ടായിരിക്കെ തന്നെ മനസ്സിന് അകാരണമായിട്ടുള്ള സങ്കടങ്ങളും ഡിപ്രഷനും എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ഒരു മറുമരുന്ന് യഥാർത്ഥത്തിൽ ഖുർആനാണ്. ഒരു തെറ്റിന്റെ പേരിൽ ഒരാൾ വിഷമിക്കുകയാണെങ്കിലും, ഒരു ഭൗതിക രോഗത്തിന്റെ പേരിൽ വിഷമിക്കുകയാണെങ്കിലും, മറ്റേതെങ്കിലും കാര്യത്തിൽ ടെൻഷൻ അടിക്കുകയാണെങ്കിലും ഒക്കെ സൊല്യൂഷനായിട്ട് പറയാനുള്ളത് ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുന്ന, അത് പഠിക്കുന്ന, അതിന്റെ ആശയം ഗ്രഹിക്കുന്ന, അതിനെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാവുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴെങ്കിലും ഖുർആൻ ഓതുക എന്നുള്ളതല്ല. നമ്മുടെ ലൈഫിലെ ഒരു 24 അവേഴ്സിൽ ഉറക്കത്തിന്റെ സമയം മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നു. ആ ഫോണിൽ നമ്മൾ എന്താണ് കാണുന്നത്? ആ കാണുന്നത് മാറ്റിയിട്ട് അവിടെ നമ്മൾ ഖുർആൻ കേൾക്കുന്ന ഒരു സ്വഭാവം കൊണ്ടുവന്നാൽ, കുറച്ചു നേരം ഒഴിവ് കിട്ടുമ്പോൾ നമ്മൾ സംസാരിക്കുന്നു. എന്ത് സംസാരിക്കുന്നു? ആ സംസാരങ്ങൾ റെലവന്റ് അല്ലാത്ത സംസാരങ്ങൾ മാറ്റി അവിടെ ഖുർആൻ ഓതുന്ന ശീലം കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിത്യവും ഖുർആനുമായുള്ള ഒരു ബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സമാധാനം അത് വേറെ തന്നെ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ.
ഹൃദയത്തിൽ പലതും ഉണ്ടാവും. അപ്പൊ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഒരു പെന്നും പേപ്പറും കൊടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാല് ധാരാളം പ്രശ്നങ്ങൾ, വ്യത്യസ്ത ഏരിയകളിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം സൊല്യൂഷൻ കാണാൻ പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. എന്നതിനെല്ലാം സൊല്യൂഷൻ നൽകാൻ പറ്റിയ ഒരു സംഗതി ഉള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആനാണ്. അതുകൊണ്ട് ആ ഖുർആനുമായി നമ്മൾ ഏറ്റവും നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയം ശക്തിപ്പെടും. അൽ ഖുർആനു ഹുവ ശിഫാഉത് താം മിൻ ജമീഇൽ അദ്വാഇൽ ഖൽബിയ്യ വൽ ബദനിയ്യ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാ ശാരീരികവും മാനസികവുമായ അസുഖങ്ങളെയെല്ലാം ചികിത്സിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഖുർആനിനെ നമ്മൾ ചേർത്ത് പിടിക്കുക, ഖുർആന്റെ ആശയങ്ങൾ പഠിക്കുക, ഖുർആൻ പാരായണങ്ങൾ നമ്മൾ തുടർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട അദ്കാറുകൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ. ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയ്യയെ കാത്ത് പള്ളിക്കോലായിൽ ഇരിക്കുകയാണ്. കുറെ നേരമായിട്ടും അദ്ദേഹം വരാത്തത് കണ്ടപ്പോൾ കയറി ചെന്ന് ചോദിച്ചു, ഇത്ര നേരം ദിക്ർ ചൊല്ലണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ ഹൃദയത്തിനുള്ള മെഡിസിനാണ് ദിക്ർ. ഇത് ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്റെ ശരീരം ദുർബലമായി പോകും, ഞാൻ ദുർബലമായി പോകുന്നാണ് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നിത്യജീവിതത്തിൽ പ്രഭാതത്തിൽ സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുത്ത് ജമാഅത്ത് കഴിഞ്ഞ് അദ്കാർ സബാഹ് ചൊല്ലി സൂര്യൻ ഉദിച്ച് അല്പനേരം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചിറങ്ങിയാൽ ഹജ്ജിന്റെ ഉംറയുടെ കൂലിയാണ്. അതോടൊപ്പം നമ്മൾ വെൽ സെക്യൂർഡ് ആവാണ്. നമുക്ക് പിന്നെ യാതൊരു തരത്തിലുമുള്ള മനുഷ്യന്മാരുടെ പക്കൽ നിന്നോ അതുപോലെ തന്നെ പിശാചുക്കളുടെ ഭാഗത്തു നിന്നോ അങ്ങനെ ഏതെല്ലാം വഴിയിൽ നമുക്ക് ഉപദ്രവം പ്രതീക്ഷിക്കാമോ ആ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം നമ്മൾ സുരക്ഷിതരാവുകയാണ് യഥാർത്ഥത്തിൽ ദിക്റിലൂടെ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഹൃദയം ശക്തിപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് അള്ളാഹുവിനെ ദിക്റെടുക്കുന്ന ആളുകളായിരിക്കുക എന്നുള്ളത്. അപ്പൊ ശരീരവും മനസ്സും തളർന്നു പോകുമ്പോൾ ഹൃദയം പടച്ചറബിനെ സ്മരിക്കാനും നാവുകൾ പടച്ചറബിനെ ദിക്റെടുക്കാനും തയ്യാറായി കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാ തരത്തിലുമുള്ള സമാധാനവും സന്തോഷവും ഏത് വിധേനയുമുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കാനും സാധിക്കുമെന്നുള്ളതാണ്. 6ാമത്തെ കാര്യം സഹോദരന്മാരെ, പ്രാർത്ഥനയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചറബിനോട് പ്രാർത്ഥിച്ചു, റബ്ബിശ്റഹ് ലീ സദ്രി, അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണമേ എന്നാണ്. ആ ഒരു ഹൃദയത്തിന്റെ വിശാലത നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ദീനിന്റെ കാര്യം നമുക്ക് എളുപ്പമാകും, നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങളിലെ പ്രയാസങ്ങൾ നമുക്കതിലും എളുപ്പമാകും. ഏത് തരത്തിലുള്ള പ്രതികൂലതകളെയും അതിജയിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി ഈ ഒരു 6 കാര്യം ഖുർആൻ പറഞ്ഞ ഈ 6 കാര്യം, ഒന്നാമത്തേത് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് അവനെ വിശ്വസിച്ച് ശിർക്ക് കലരാതെ ജീവിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് തെറ്റുകളിൽ നിന്ന് മാറി അള്ളാഹുവിലേക്ക് അഭയപ്പെടുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് പടച്ചറബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. 4ാമത്തേത് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഹൃദയത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. 5 ദിക്റുകൾ നിത്യജീവിതത്തിൽ പതിവാക്കുക. 6 പടച്ചറബിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറയുമ്പോൾ ദീനാണ് യഥാർത്ഥത്തിൽ എല്ലാ കാര്യത്തിനുമുള്ള സൊല്യൂഷനായിട്ടുള്ളത്. ആ ദീന് തകർക്കപ്പെടുന്ന ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഒരു ഇലക്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓരോരുത്തർക്കും രാഷ്ട്രീയമുണ്ട്, ഓരോരുത്തർക്കും പാർട്ടികളുണ്ട്, എല്ലാമുണ്ട്. നമ്മൾ മരിച്ചാലും ഇവിടെ പാർട്ടിയും ഇലക്ഷനും അതിന്റെ സെറ്റപ്പുകളൊക്കെ നടന്നു പോകുന്നുള്ള കാര്യം നമുക്ക് ബോധ്യം ഉണ്ടാവണം. ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നമുക്കൊരു തടസ്സമായി വരാത്ത രൂപത്തിലായിരിക്കണം രാവും പകലും നമ്മൾ ഇതിനു വേണ്ടി പണിയെടുക്കേണ്ടത്. രാഷ്ട്രത്തിന് അതിന്റെ ജനാധിപത്യം നിലനിൽക്കാൻ വേണ്ടിയും ഇവിടുത്തെ ഓരോ പൗരന്മാർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ വകവച്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും സ്വസ്ഥമായും സമാധാനമായും ഈ രാജ്യം ഇവിടുത്തെ പൗരന്മാർ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയുമൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതൊരു നല്ല നീയത്തുണ്ടെങ്കിൽ നമുക്ക് പുണ്യകരമായ ഒരു കാര്യമാണ്. ആ ഒരു നിലക്ക് നല്ല നീയത്തോടുകൂടെ നമ്മളതിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തേത്, ഇതിന്റെ ഭാഗമായി നമ്മുടെ ആരാധനകൾക്കൊരു ഭംഗവും സംഭവിക്കാൻ പാടില്ല. നിസ്കാരവും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു ഭംഗവും സംഭവിക്കാൻ പാടില്ല. മൂന്നാമത്തേത്, ഇതിന്റെ പേരിൽ എന്ത് നെറികേടും ചെയ്യുക. പലരും കാശ് കൊടുക്കുക, മദ്യം കൊടുക്കുക, അങ്ങനെ പലതരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും
ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുക, മറ്റുള്ളവരെ സൈഡാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ പച്ച കളവുകൾ അടിച്ചിറക്കി അത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്ററായി വീഡിയോ ആയി പ്രചരിപ്പിക്കുക. ഇതൊക്കെ എന്നും ഇവിടെ നിലനിൽക്കും. പ്ലാറ്റ്ഫോമുകളിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു കാര്യം ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ അവിടെ എന്നും നിലനിൽക്കും. അത് നിലനിൽക്കുന്ന കാലം അത്രയും നമ്മുടെ അക്കൗണ്ടിലേക്ക് കുറ്റം വന്നുകൊണ്ടേയിരിക്കും. എന്റെ ഖുത്ബയുടെ ഒരു പീസ് ഓൺലൈനിലൂടെ അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയോ കിടക്കുമ്പോഴും എനിക്കതിന്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ പടച്ചുവിടുന്ന വേണ്ടാത്തൊരു കാര്യം, വേണ്ട കാര്യം നമുക്ക് ചെയ്യാം. മനസ്സിലായേ? സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് യഥേഷ്ടം ഈ ഒരു സമയത്ത് നമുക്ക് എത്രത്തോളം അനുവാദമുണ്ടോ ആ അനുവാദങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രീതിക്കുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, കള്ളപ്രചാരണങ്ങൾ, ഇതൊന്നും ഒരിക്കലും നമ്മൾ പ്രചരിപ്പിച്ചുകൂടാ. ഒരു വോട്ടിന് വേണ്ടിയിട്ട് അന്യായം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു വേള അത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകും. എല്ലാ പാർട്ടിയിലും മുസ്ലിങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ വർഗീയത വെച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് മലന്നുകടന്ന് മുകളിലേക്ക് തുപ്പുന്നതിന് തുല്യമാണ്. കാരണം വർഗീയതയുടെ പേരിൽ വേട്ടയാടപ്പെടുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ല, മുസ്ലിം എന്ന ഡെസിഗ്നേഷൻ ഉള്ളവനാണ്. അതുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ദീനും നമ്മുടെ പരലോകവും നമ്മൾ തമ്മിലുള്ള സാഹോദര്യവും ഐക്യവും ഇണക്കവും കുടുംബങ്ങളും ഒന്നും തകരുന്ന കോലത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പരിപൂർണമായി ദീനിനോട് കൂറു പുലർത്തി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ അനുഗ്രഹം ചൊരിയട്ടെ. മരിക്കുന്ന സമയത്ത് പടച്ചറബിന് ഇഷ്ടപ്പെട്ടവരായി റബ്ബിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നല്ല മുറാദുകളെ അല്ലാഹു ഹാസിലാക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു ദൂരീകരിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനവും സ്വാതന്ത്ര്യവും നിർഭയത്വവും നിലനിർത്തുമാറാവട്ടെ. അതിന് പറ്റിയ ഒരു ഭരണകൂടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യത്തിന് തിരിച്ചു നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.